എസ്തറ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എസ്തറ ഹോമിൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് റൂഫുകളെ പറ്റിയാണ്. ഒരു ശരിയായിട്ടുള്ള റൂഫ് സെലക്ട് ചെയ്തിട്ടില്ല എങ്കിൽ ഹീറ്റ്, മെയിൻ്റനൻസ്, ലീക്കേജ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് വർഷങ്ങളോളം നമുക്കതൊരു തലവേദനയായിട്ട് മാറും. അതുകൊണ്ട് നമ്മൾ ഓരോ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും അതിന് അനുയോജ്യമായിട്ടുള്ള റൂഫ് വേണം സെലക്ട് ചെയ്യാൻ. നമ്മുടെ വീടുകളിൽ കോമൺലി യൂസ് ചെയ്യുന്നത് 3 തരത്തിലുള്ള റൂഫുകളാണ്. ഈ റൂഫുകൾക്ക് ഒരുപാട് ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. ഈ റൂഫുകൾ ഏതൊക്കെയാണെന്നും അവയുടെ ഗുണങ്ങൾ എന്താണെന്നും അവയുടെ ദോഷങ്ങൾ എന്താണെന്നും എല്ലാം വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നതാണ്. നമുക്ക് ഈ വീഡിയോയിലേക്ക്. ഒന്നാമത്തത് RCC സ്ലാബ്. ഇത് ബേസിക്കലി സിമൻറ്റ്, സാൻഡ്, സ്റ്റീൽ റോഡ് എന്നിവ മിക്സ് ചെയ്ത് സൈറ്റിൽ തന്നെ പോർ ചെയ്യുന്ന ഒരു സോളിഡ് റൂഫാണ്. നല്ല സ്ട്രെങ്ത്തുള്ള മിനിമം 50 വർഷം വരെ ലൈഫ് ഇതിനുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. നോയ്സ് ഇൻസുലേഷൻ നന്നായിട്ട് കിട്ടും. അതുകൊണ്ട് പുറത്തുള്ള സൗണ്ട് വല്ലാതെ ഉള്ളിലേക്ക് വരില്ല. പ്രോപ്പർ വാട്ടർ പ്രൂഫിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ലീക്കേജും ഉണ്ടാവില്ല. ക്ലോത്ത് ഡ്രൈയിങ്, അതുപോലെ വാട്ടർ ടാങ്ക് വെക്കുക, അങ്ങനെ ടെറസ് യൂസ്ഫുൾ ആക്കേണ്ട സാഹചര്യങ്ങൾ നമ്മൾ ഈ ഒരു റൂഫാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മൾട്ടി ഫ്ലോർ ഉള്ള വീടുകൾക്കും ഇതാണ് പെർഫെക്റ്റ്. ബട്ട് ചില ഡൗൺ സൈഡുകളും കൂടെ ഇതിനുണ്ട്. കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റീല്, സിമെൻറ്റ് ഇതിൻ്റെയൊക്കെ യൂസേജ് ഇതിൽ ഭയങ്കര ഹെവി ആണല്ലോ. അതുകൂടാതെ തന്നെ ഹീറ്റ് കുറച്ച് സ്റ്റോർ ചെയ്യും. നമ്മൾ മുകളിൽ നല്ല പ്രോപ്പർ ഇൻസുലേഷൻ കൊടുത്തിട്ടില്ല എങ്കിൽ സമ്മറിലൊക്കെ കുറച്ച് നല്ല ചൂട് താഴെ അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. പിന്നെ വെയിറ്റ് കൂടുതലായതിനാൽ തന്നെ നമ്മൾ ഫൗണ്ടേഷൻ നല്ല സ്ട്രോങ് ഉള്ളത് വേണം കൊടുക്കാൻ. ഓവറോൾ നോക്കുകയാണെങ്കിൽ സ്ട്രോങ് ലോങ് ലൈഫ് റൂഫ് വേണമെങ്കിൽ ടെറസ് ഉപയോഗിക്കേണ്ട കണ്ടീഷനാണ് എങ്കിൽ RCC സ്ലാബാണ് ബെസ്റ്റ് ഓപ്ഷൻ. AAC സ്ലാബ് എന്നത് ഫാക്ടറിയിൽ തന്നെ പ്രീമെയ്ഡ് ചെയ്ത് ഉണ്ടാക്കുന്ന ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് പാനലുകളാണ്. RCC പോലെ സൈറ്റിൽ പോർ ചെയ്യേണ്ടതില്ല. റെഡിമെയ്ഡ് പാനലുകൾ കൊണ്ടുവന്നിട്ട് അസംബിൾ ചെയ്താണ് ഈ റൂഫ് നിർമ്മിക്കുന്നത്. കൺസ്ട്രക്ഷൻ സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് തീരും. ഇതിൻ്റെ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് കുറവാണ്. അതുകൊണ്ട് ഫൗണ്ടേഷനിൽ ലോഡ് കുറയും. ഹീറ്റ് ഇൻസുലേഷൻ കൂടി എക്സ്ട്രാ സ്ട്രോങ് ആണ്. അതിനാൽ വീട്ടിൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ നാച്ചുറലി കൂളായി ഫീൽ ചെയ്യും. ബഡ്ജറ്റ് വൈസ് പല പ്രൊജക്റ്റിലും RCCനേക്കാൾ എക്കണോമിക്കൽ ആണെങ്കിലും ഇതിന് പ്രോപ്പർ വാട്ടർ പ്രൂഫിംഗ് തീർച്ചയായും വേണം. ഇല്ലെങ്കിൽ കുറച്ച് വർഷത്തിന് ശേഷം സീപ്പേജ് ചാൻസസ് ഉണ്ടാവും. കൂടാതെ ടെറസ് ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്ന സമയത്തും ഹെവി ലോഡ് ആക്ടിവിറ്റീസ് ഉള്ള സ്ഥലങ്ങളിലൊന്നും ഇത് സ്യൂട്ടാവില്ല. കൂടാതെ ചെറിയ ഹൗസസ്, ക്യുക്ക് കൺസ്ട്രക്ഷൻ വേണ്ട പ്രൊജക്റ്റുകൾ, ഹീറ്റ് കുറയ്ക്കണമെന്ന് പ്രയോറിറ്റിയുള്ള വീടുകൾക്കൊക്കെ AAC സ്ലാബുകൾ നല്ലൊരു മോഡേൺ റൂഫിംഗ് ചോയ്സാണ്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ട്രസ് റൂഫാണ്. ഈ ട്രസ് റൂഫ് എന്നത് ബേസിക്കലി സ്റ്റീൽ അല്ലെങ്കിൽ GI ഫ്രെയിം വെച്ച് അതിൻ്റെ മേൽ ഷീറ്റ്സ് ഫിക്സ് ചെയ്യുന്ന റൂഫിംഗ് സിസ്റ്റമാണ്. ഇൻസ്റ്റലേഷൻ സ്പീഡ് വളരെ ഫാസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് ഹോമിലും ടോപ്പ് ഫ്ലോർ റൂംസിലും ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത് ഇതാണ്. കോസ്റ്റിനും വളരെ പോക്കറ്റ് ഫ്രണ്ട്ലി. കൺസ്ട്രക്ഷൻ ഡിലേ ഇല്ല. ഒരു ദിവസം പോലും മതി സെറ്റ് ചെയ്യാൻ. ഹീറ്റ് ഇൻസുലേഷൻ മെറ്റീരിയൽസ് ആഡ് ചെയ്താൽ റൂമിന് ചൂട് കുറയും. എസ്പെഷ്യലി UPVC അല്ലെങ്കിൽ പോളി കാർബണേറ്റ് ഷീറ്റ്സ് ഉപയോഗിച്ചാൽ ലുക്കും നീറ്റും ഉണ്ടാവും. പക്ഷേ ചില ഡ്രോബാക്സ് ഉണ്ട്. ഹെവി റെയിനിൽ നോയ്സ് കുറച്ച് കൂടുതൽ കേൾക്കും. ഫാബ്രിക്കേഷൻ പ്രോപ്പർലി ചെയ്തില്ലെങ്കിൽ ലീക്കേജ് ചാൻസസും ഉണ്ട്. കൂടാതെ ബേസിക് ഷീറ്റ്സ് ഉപയോഗിച്ചാൽ ഹീറ്റ് ഇൻസുലേഷൻ നാച്ചുറലി കുറവാണ്. ഓവറോൾ ആയി നോക്കുകയാണെങ്കിൽ സ്ലോപ്ഡ് റൂഫ് ഹൗസസ്, കേരള സ്റ്റൈൽ ഡിസൈൻ, കാർ പോർച്ച്, വർക്ക് ഏരിയ, സെക്കൻഡ് ഫ്ലോർ റൂംസ് ഇങ്ങനെയുള്ള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചറൽ റിലേറ്റഡ് വീഡിയോകൾക്കായി എസ്തറ ഹോം എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.